ഇനി ശ്രീമതി വിധുമാലയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. സർവമംഗളമംഗല്യേ ഈശ്വരേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നതിന് ഒരു 5-6 ദിവസം മുമ്പായിട്ട് ഇത്തവണ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ ആ ട്രിവാൻഡ്രം തൊഴണം എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന് 24 മണിക്കൂർ കഴിഞ്ഞില്ല. നമ്മുടെ വിളി വന്നു. ഇവിടുത്തെ ദേവസ്വം ബോർഡിലത്തെ ഭാരവാഹികളെ വിളിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ അമ്മ എന്നെ വിളിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല. വേറെ ഒരു സന്തോഷം. എത്രയോ വർഷങ്ങൾ ഞാൻ പല വേദികളിലും അഭിനയിക്കുന്ന കാലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഗാനഗന്ധർവനായിട്ടുള്ള നമ്മുടെ സ്വന്തം ദാസേട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ്. അത് വളരെയേറെ സന്തോഷം തരുന്നുണ്ട്. കുട്ടിക്കാലത്ത് മദ്രാസിൽ താമസിച്ചിരുന്ന സമയത്ത് ദാസേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു എൻ്റെ ചെറിയച്ഛൻ്റെ വീട്. അപ്പം ഞാനൊക്കെ ഒരു കുട്ടിക്കാലത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് ദാസേട്ടൻ ചിലപ്പോൾ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയത് ആ സമയമായിരിക്കും. ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് പറയും, ദാസേട്ടാവുന്നു പാടും, ദാസേട്ടാവും. പാവം ദാസേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി മാണിക്യവീണ എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ടെന്ന് അറിയോ? ഓർമ്മയുണ്ടോ? ഒരുപാട് പ്രാവശ്യം പാടിയിട്ടുണ്ട്. എത്ര എളിമയോടുകൂടിയൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പാടുമായിരുന്നു. ദാസേട്ടൻ്റെ ബ്രദർ ഗിറ്റാർ വായിച്ചിട്ട് ദാസേട്ടൻ പാടുമായിരുന്നു. ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ ഇന്ന് നടന്നതുപോലെ തോന്നുന്നുണ്ട്. ഇവിടേക്ക് വരാനെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ ഗുരുദേവായ സ്വാമി ചിന്മയാനന്ദജി എപ്പോഴും പറയും, മനുഷ്യൻ്റെ നിലനിൽപ്പ് വിശ്വാസത്തിലാണ്. അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷെ വിശ്വാസം. അമേരിക്ക എവിടെയുണ്ട്, അവിടെ എത്തിപ്പെടും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇവിടുന്ന് പ്ലെയിൻ കയറുന്നത്. അതുപോലെ വേണം നമ്മൾ ആദ്യം തുടങ്ങാൻ. ദൈവമുണ്ട്, ആ ബ്രഹ്മം, പരബ്രഹ്മം അവിടെ ഉണ്ട്. ആ പരബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടുള്ള യാത്ര തുടക്കം കുറിച്ച് ആ വിശ്വാസത്തോടു കൂടി പോയാൽ നമ്മൾ ആ പരബ്രഹ്മത്തിൽ എത്തും എന്ന് ഉറപ്പ് തരുമായിരുന്നു അദ്ദേഹം. ഗുരുജി ഇന്നും സ്വാമിജി എപ്പോഴും പറയുന്ന വാക്കുകളാണ്, വിശ്വാസമില്ലെങ്കിൽ മറ്റൊന്നുമില്ല. അവിശ്വാസികൾ പറയും ദൈവമില്ല എന്ന്. അത് പറയാൻ അവരുടെ നാവ് പൊന്തിക്കുന്നത് ആ ജീവനാണ്. ഇന്നും നമ്മളുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് എന്താണ് ഈ ക്ഷേത്രത്തിൽ നിന്നും, അതായത് ഈ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്, എന്താണ് ഈ ജഡത്തിന് ഊർജം തരുന്നത് എന്നുള്ളത്. എത്ര വലിയ സയന്റിസ്റ്റും എന്തെങ്കിലും നമ്മളിന്ന് കൊലയും മതവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും അത് എന്താണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതിയായിട്ടാണ് നമ്മളെല്ലാവരും സങ്കല്പിക്കുന്നത്. സ്ത്രീ പ്രകൃതി എന്ന് പറയുന്നതിന്റെ കാരണം, പ്രകൃതി എന്ന് നമുക്ക് നന്മ മാത്രമേ തരുന്നുള്ളൂ. വൃക്ഷഫലാദികൾ, വെള്ളം, കാറ്റ് എല്ലാം അതുപോലെ തന്നെയാണ് സ്ത്രീ. സ്നേഹസമ്പന്നയാണ്. അതുകൊണ്ട് തന്നെ അമ്മ സ്നേഹസമ്പന്നയായിട്ടുള്ളതാണ്. മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ല. നമ്മൾ അമ്മയെ ചീത്ത പറഞ്ഞാലും അമ്മ ചിരിച്ചുകൊണ്ട് കേൾക്കുകയുള്ളൂ. അമ്മയ്ക്ക് നമ്മളോട് ദേഷ്യം വരില്ല. നമ്മൾ വിശ്വാസത്തോടുകൂടി അമ്മയെ ധ്യാനിച്ച് മുമ്പോട്ട് നടന്നാൽ നമ്മളെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് ദൈവസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും ദാസേട്ടൻ പറഞ്ഞതുപോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും സന്തോഷത്തോടുകൂടി
സമാധാനത്തോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ സർവേശ്വരിയായ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.